ഹായ് ഡേസ്, നമസ്കാരം. ഞാൻ ശോഭൻ ലാലാണ്, ലാൽട്ടൺ പ്രൊഡക്ഷൻസിൽ. ഞാൻ ഈ ഒരു വീഡിയോ വരാൻ കാരണം, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനിട്ട പല വീഡിയോസിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള നിരൂപണങ്ങളും ചിലർ മനഃപൂർവ്വം എൻ്റെ വീഡിയോസിന് താഴെ പല കമൻസ് വളരെ മോശമായിട്ടൊക്കെ ഇടുന്നതൊക്കെ ആയിട്ട് കണ്ടു. എന്നെ അറിയുന്നവരും എന്താ പറയുക, എന്നെ മനസ്സിലാക്കിയവരും ഒരിക്കലും ആ ഒരു കമൻസൊന്നും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ചിലർ ഓട്ടോമാറ്റിക്കായിട്ട് മനഃപൂർവ്വം ആ കമൻസുകൾ കൂടിക്കൊണ്ടേ, അതൊരു 4, 5, 6, 7 പേരാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയാം. ഞങ്ങളുടെ ലാൽട്ടൺ പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുടങ്ങി 500ഓളം ആളുകളെ നമ്മൾ വിദേശ യാത്രകളിലൊക്കെ ഓഫർ പ്രൈസ് വെക്കാനും നല്ലൊരു ഓഫേഴ്സ് കൊടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി. ഏകദേശം 500ഓളം ആളുകൾ കഴിഞ്ഞു. അതിനുശേഷം ലാസ്റ്റിലത്തെ ഒരു 135ഓളം പേര് നമ്മൾ ഈ ലാസ്റ്റിലോട്ട് മെയ് 12-ാം തീയതി പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. വിദേശത്ത് നടന്ന യുദ്ധങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളും കാരണം ആ ഡേറ്റ്സിൽ നമ്മൾ നേരത്തെയുള്ള ബുക്കിംഗ് ഒക്കെ ഗ്രൂപ്പായിട്ടുള്ള ബുക്കിംഗാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങൾ നേരത്തെ എന്താ പറയുക എടുത്തിരുന്നില്ല. ഒരുമിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ കണ്ണൂർ, അതുപോലെ തന്നെ പഴയങ്ങാടി, അതുപോലെ തന്നെ പയ്യന്നൂർ, എറണാകുളം എന്നുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള വ്യത്യസ്ത ആളുകൾ നല്ല രീതിയിൽ ബുക്ക് ചെയ്തു. എനിക്കറിയുന്നതും എൻ്റെ കുടുംബക്കാർക്ക് അറിയുന്നതും അതുപോലെ തന്നെ നാട്ടുകാർക്കൊക്കെ അറിയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാംസ്, അതിലൊരു 40 പേരൊഴിച്ച് ബാക്കി എല്ലാവരും മെയ് 12 എന്നുള്ള തീയതി ഞങ്ങൾ മാറ്റേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെപ്റ്റംബറിലേക്കോ നവംബറിലേക്കോ എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്താൽ മാത്രമാണ് ഫ്ലൈറ്റ് റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഓഫേഴ്സ് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ 26,000 അതുപോലെ തന്നെ 36,000 ഒക്കെയാണ് ഓഫർ കൊടുത്തത്. ബാക്കിയുള്ള എമൗണ്ട് ഏകദേശം 20,000ഓളം നമ്മളാണ് ഓൾറെഡി നമ്മൾ കവർ ചെയ്യുന്നത്. ആ കവർ ചെയ്യുന്ന പ്രകാരമാണ് ഞങ്ങൾ ട്രിപ്പുകൾ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ അറിഞ്ഞ് ലാസ്റ്റ് ടൈമിൽ എൻ്റെ പഴയങ്ങാടിയിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള കുറച്ച് ആളുകൾ മുഖാന്തരം വന്നിരിക്കുന്ന കുറച്ച് ആളുകൾ ലാസ്റ്റ് ടൈം ഡേറ്റ് മാറ്റിയതിനെ തുടർന്ന് ക്യാൻസൽ ചെയ്തു. മെയ് 12-ാം തീയതിയാണ് അത് ക്യാൻസൽ ചെയ്തത്. എറണാകുളത്തു നിന്ന് കുറച്ച് ആൾക്കാർ ക്യാൻസൽ ചെയ്തു, ഒരു 10, 40, 50ഓളം പേര്. ഓൾറെഡി പയ്യന്നൂരിൽ നിന്ന് ഒരു 10, 35ഓളം 36ഓളം പേര് ക്യാൻസൽ ചെയ്തു. പഴയങ്ങാടിയിൽ നിന്നും ലാസ്റ്റ് ടൈം വരാം എന്നൊക്കെ പറഞ്ഞു ഡേറ്റ് ഷിഫ്റ്റ് ചെയ്ത കാരണം അവർക്ക് പലരും വരാൻ സാധിക്കാത്തതിനാൽ അവരും ക്യാൻസൽ ചെയ്തു. ഒരു 8, 10ഓളം ആൾക്കാർ ക്യാൻസൽ ചെയ്തു. അതിൽ വളരെ അത്യാവശ്യമാം എന്ന് പറഞ്ഞ ഒരു ലേഡിക്ക് നമ്മൾ ഫണ്ട് അപ്പം തന്നെ റീഫണ്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പ്രൊസീജിയർ പ്രകാരം നമ്മുടെ മലേഷ്യ അതുപോലെ തന്നെ അവിടെയുള്ള ട്രാവൽസ് കാര്യങ്ങൾ അതിലെല്ലാം തന്നെ ബുക്കിങ്ങും നേരത്തെ കാര്യങ്ങൾ പ്രൊവൈഡൻസ് കാരണം നമ്മൾ ചിങ്ങം കഴിഞ്ഞ ശേഷം നമ്മൾ ഫണ്ട് റീഫണ്ട് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ വരുന്നു. കാരണം ഞങ്ങൾ ഓൾറെഡി ഓഫർ കൊടുത്ത സ്കീമാണ് അവരെടുത്തിരിക്കുന്നത്. അതും ലാസ്റ്റ് ടൈമിൽ അവരൊക്കെ എഴുതി, ഞാൻ കഴിഞ്ഞ ഡിസംബർ തൊട്ടിട്ടാണ് ഞങ്ങൾ ഓരോരുത്തർക്ക് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ ആക്ച്വലി മെയ് 12-ന് പോകാൻ പറ്റാത്ത കാലത്തോളം പലരും അതിൻ്റെ ഭാഗമായിട്ട് കട്ടായിപ്പോയി. മീൻസ് അവർക്ക് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. പലരും ചിലരുടെ വാക്കുകൾ കേട്ട് മാനസികമായി പ്രശ്നങ്ങളൊക്കെ പലരും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എക്സിറ്റായി. മീൻസ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നില്ല, പകരം ഫണ്ട് തിരിച്ചെന്നാൽ മതി. അങ്ങനെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പ്രകാരം ഈ ആഗസ്റ്റ് 30-ാം തീയതി പയ്യന്നൂർ ഡിവിഷനിലുള്ള കാനായി എന്ന് പറയുന്ന അവിടെയുള്ള വ്യക്തികൾക്കൊക്കെ ഫണ്ട് എല്ലാവർക്കും, കാരണം കുറച്ച് പേർക്ക് കൊടുത്തു, ഇനി കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട്, എല്ലാവരുടെയും ആ ഒരു ഡേറ്റിനനുസരിച്ച് കൊടുക്കാമെന്നുള്ള തീരുമാനം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഞങ്ങൾ സെറ്റിൽ ചെയ്തു. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇവിടെയാണ്, എറണാകുളത്താണ്. എറണാകുളത്ത് ഞങ്ങൾ പലരോട്ടും സ്റ്റേഷനിലും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക ലീഗൽ അതോറിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അവിടെയും നമ്മളൊരു ഡേറ്റ് 17-ാം തീയതിയും ഈ 13-ാം തീയതിയും അങ്ങനെ 30-ാം തീയതിയൊക്കെ ആയിട്ട് പലർക്കും വ്യത്യസ്തമായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാം. അതിൻ്റെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങി, ഇനി കുറച്ച് ആൾക്കാർക്ക് കൂടി കൊടുക്കാനുണ്ട്. അതൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത്. പൈസ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്ത് ട്രിപ്പിന് വരുന്നില്ലാത്ത ആളുകൾക്കൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഓൾറെഡി ട്രിപ്പ് കൊണ്ടുപോയ ശേഷമാണ് റീഫണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും പലരും ഇടപെട്ട് മധ്യസ്ഥതയിൽ ഞങ്ങളും കൂടി കൺവിൻസ് ആയ പ്രകാരം ഞങ്ങൾ ഓൾറെഡി പൈസ കൊടുത്ത് ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ പ്രൊഡക്ഷൻ, കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് ലാൽട്ടൺ പ്രൊഡക്ഷൻസ്, സിനിമയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, അതിലൊരു ഇൻ്റർവ്യൂ വ്യത്യസ്ത ചാനലുകാർ പലരും എൻ്റെ എന്താ പറയുക ചാനലിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു അത്ഭുതം തന്നെ, ഒത്തിരി ആളുകൾക്ക് അവസരം കൊടുക്കുന്ന, ഒത്തിരി ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന ഒത്തിരി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ലാൽട്ടൺ പ്രൊഡക്ഷൻസ്. അതുകൊണ്ട് മസ്റ്റായിട്ടും ₹1 പോലും നമുക്ക് ക്യാഷ് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുമായിരുന്നു.
പക്ഷേ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങളിട്ട വീഡിയോസിൻ്റെ താഴെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് പബ്ലിസിറ്റി തരാൻ വേണ്ടിയിട്ടാണോ ഇനി അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി പഴയങ്ങാടി സ്റ്റേഷൻ ത്രൂവും പയ്യന്നൂരും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ത്രൂ ഒക്കെ ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ച പ്രകാരം അവരൊക്കെ ഒരു കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷെ ചിലർ എന്താ ഒരു 6-7 പേര്, അതും അതിൽ 1-2 ആൾക്കാർ ഓൾറെഡി ട്രിപ്പ് വരുന്ന ആൾക്കാരല്ല, അവരുടെ റിലേഷനോ മറ്റോ ഒക്കെ ആയിരിക്കും. സോ അവർ മനഃപൂർവ്വം എൻ്റെ വീഡിയോസിന് താഴെ എടാ ദുഷ്ട നിനക്ക് ഞാൻ വേറെ പണി തരാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കും മറ്റേ. ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, നിങ്ങൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഫണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. പക്ഷേ പോകുന്ന ആൾക്കാരുടെ ഫണ്ട് കാര്യങ്ങൾ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത ശേഷമാണ് ക്യാൻസൽ ചെയ്ത ആളുകൾക്കുള്ള ഫണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അത് മസ്റ്റായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരും. പിന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എന്താ പറയുക ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, യൂട്യൂബ് ചാനൽസ് ഇതിലെല്ലാം തന്നെ എന്നെപ്പറ്റി മോശമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമ്പനി നടപടികൾക്ക് വിരുദ്ധമാണ്. അതിനുശേഷം കമ്പനി നിങ്ങൾക്കെതിരെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകും. ബൈ ചാൻസ് നിങ്ങൾക്ക് ക്യാഷ് തന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ എനിക്കറിയുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത്, കാരണം എനിക്കറിയുന്ന പ്രൊഡക്ഷൻസിലെയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, സാർ ഇതുപോലത്തെ ഒരു വീഡിയോ ഇടണം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാറ് ഡയറക്റ്റായിട്ട് എന്തോ ക്യാഷ് വാങ്ങിയിട്ട് എന്തോ ആരൊക്കെ പറ്റിച്ചു എന്നുള്ളത്. അതല്ല, എനിക്ക് നല്ല ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് നല്ല എന്താ പറയുക പാർട്ട്നേഴ്സ് ഉണ്ട്, എനിക്ക് വളരെ എന്നെ വിശ്വസിച്ച് പൈസ തന്നിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇത് പ്രതികരിക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ, ഓഫറിൽ യാത്ര ചെയ്യാൻ വന്നിരിക്കുന്ന കുറച്ച് പേരാണ്, ഒരു 10-15 പേരാണ്. അവർ പറയുന്നത് ഒത്തിരി പേരെ പറ്റിച്ചു, ഒത്തിരി പേരെ ഇതാക്കി, എന്താ പറയുക ഒത്തിരി പേരെ പറ്റിച്ച് ഇവർ നാട് കിടക്കാൻ. ഞാൻ കൃത്യമായി എറണാകുളത്തുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വന്നാലും എന്നെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പൈസ കാര്യങ്ങളെല്ലാം തന്നെ റെഡി പ്രകാരം പോലീസ് സ്റ്റേഷൻ ത്രൂ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ്. അതിന് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനായാലും പഴയങ്ങാടി പോലീസ് സ്റ്റേഷനായാലും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എറണാകുളത്തുള്ള ലീഗൽ അതോറിറ്റി ആയാലും എല്ലാം തന്നെ ഞാൻ അങ്ങോട്ട് സംസാരിച്ച്, ഞാൻ കമ്മീഷണർ ഓഫീസിൽ വരെ പോയി സംസാരിച്ച്. ഫസ്റ്റ് ഞാൻ ചെയ്തതെന്നറിയോ, ഡേറ്റ് മാറിയപ്പോൾ ഒറ്റയടിക്ക് ഒരു 10-60-70 പേര് ക്യാൻസലേഷൻ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് പോയത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലാണ്. അവിടെ പോയിട്ട് സാർ ഇങ്ങനെ ഒത്തിരി പേര് ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യുന്നു, സോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റേതായ ഇഷ്യൂസോ പ്രശ്നങ്ങളോ നിങ്ങൾ പറ്റുന്ന പോലെ ഫണ്ട് തിരിച്ചു കൊടുക്കൂ, എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞ പെർമിഷൻ പ്രകാരമാണ് ഞാൻ മുന്നോട്ട് തീർച്ചയായും പോയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വാശിയോ മത്സരമോ ശ്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാവരും നമുക്ക് നാളെ ആയാലും കാണേണ്ട ആളുകളാണ്. നിങ്ങളൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. നിങ്ങൾ ഒരു നിമിഷത്തെ ആവേശത്തിന് നിങ്ങൾ വല്ലതും പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ, കാരണം നിങ്ങൾ പലരും ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ പേരിലാണ്. അവരൊക്കെ നാളെ ഈ ഒരു ഇഷ്യൂസിൻ്റെ പേരിൽ കോടതിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി ചെല്ലുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. സോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് 1 രൂപ പോലും കട്ട് ചെയ്യാതെ, സാധാരണ ക്യാൻസലേഷൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അതിന് നമ്മൾ ക്യാൻസലേഷൻ ചെയ്യുന്ന നമ്മുടെ പേപ്പേഴ്സ്, കാരണം ഇവർ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് അതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളൂ. നമ്മൾ തീരുമാനിക്കും എപ്പോഴാണ് പോകുന്നത് എന്ന്. അത് 1ാമത്തെ സെൻറ്റൻസ്. ലാസ്റ്റ് ക്യാൻസലേഷൻ ചെയ്താൽ നമ്മൾ പൈസ റീഫണ്ട് അല്ല, എന്നിട്ട് പോലും ഞങ്ങൾ എല്ലാവർക്കും റീഫണ്ട് കൊടുക്കും. എത്രയോ ഡീസൻ്റാണ് കാനായിക്കാർ. അവരെത്ര കൃത്യമായിട്ട് അവർക്കുള്ള ചെക്സ് കൊടുത്തു, അവർക്കുള്ള ഡേറ്റ്സ് ഷെഡ്യൂൾസ് കൊടുത്തു. അവരിനി മുന്നോട്ടുള്ള യാത്രയിലേക്ക് എനിക്കതിന് ഒത്തിരി നന്ദിയുണ്ട് വിനോദേട്ടനാണ്. കാരണം വിനോദേട്ടൻ വളരെ നല്ല മനുഷ്യനാണ്. കാരണം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ആ നാട്ടിലുള്ള ഒത്തിരി ആളുകളെടുത്ത് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു. നമ്മൾ ഈ 30-ാം തീയതി ലാസ്റ്റ് സമയം പോലെ പയ്യന്നൂർ സ്റ്റേഷനിൽ സംസാരിച്ചു, അവരത് തീരുമാനമാക്കി ഈ വരുന്ന ആഗസ്റ്റ് 30-ാം തീയതിക്കുള്ളിൽ എല്ലാവരുടെയും ഫണ്ട് കൊടുക്കാമെന്നുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ ചെയ്തു. കാരണം ഞങ്ങൾക്ക് അവിടുത്തെ റിട്ടേൺസ് വരണം, ക്യാൻസലേഷൻ ചെയ്ത് റിട്ടേൺസ് വരണം. 2ാമത്തെ എറണാകുളത്തുള്ള ഒത്തിരി നല്ല ആളുകൾ, ആന്റണി ചേട്ടനെ പോലത്തെയും ജൂലിയറ്റിനെ പോലത്തെയും മറ്റുള്ള ആളുകളൊക്കെ, അവരൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പ്രൊസീജിയർ പ്രകാരം അവരൊരിക്കലും ചാനലിലോ മറ്റുള്ള സംഭവങ്ങളല്ല ചെയ്ത്, അവർ ഡയറക്റ്റായിട്ട് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് അവിടുന്ന് ലീഗൽ അതോറിറ്റിയിൽ പോയി കമ്മ്യൂണിക്കേഷൻ വെച്ചു, പരസ്പരം മധ്യസ്ഥത വെച്ചു, അതിൽ നിന്ന് എത്രാം തീയതി ഫണ്ട് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലൊക്കെ അങ്ങനെയൊക്കെ പോയി. നമ്മൾ 1 രൂപ പോലും വാങ്ങിയിട്ടില്ലല്ലോ, ട്രിപ്പിന് വേണ്ടി വാങ്ങിയതല്ലേ, ക്യാൻസൽ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളൊരു ദിവസം യാത്ര നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞങ്ങളൊരു ടൂർസ് ട്രാവൽസോ കമ്പനിയോ കാര്യങ്ങളോ ഒന്നുമല്ല, കമ്പനിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഓഫറാണ്. അത് ഇനിയും നമ്മൾ കൊടുക്കും. ഈ വരുന്ന ഒരു വർഷക്കാലം, 1-2 വർഷക്കാലം നമ്മളത് കൊടുക്കുന്നില്ല. അത് ഒത്തിരി ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് വിദേശത്തെ യാത്രയൊക്കെ പോയി വന്നിട്ടുണ്ട്.
ഇനി ഒത്തിരി ആളുകൾ ഇതാ സെപ്റ്റംബർ 2-ാം തീയതി ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു 10-40 പേര് പിന്നെയും പോവാണ്. അത് ഓഫർ പ്രൈസിനാണ്. അതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ആളുകളെ നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ആ വ്യക്തിക്കനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം, സംസാരിക്കാം. പിന്നെ പലരും എന്നെ വിളിച്ച് ചീത്ത പറയുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ചീത്ത പറയുമ്പോൾ തിരിച്ച് ഞാൻ സംസാരിക്കും. കാരണം നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ്. നിങ്ങൾക്കിനി പൈസ തരില്ല എന്നുള്ള പേടിയാണെങ്കിൽ ഞാൻ അടിയുറച്ച് പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ കിട്ടും. പക്ഷേ സുഹൃത്തെ, നിങ്ങളിതുപോലെ മാധ്യമത്തിലൂടെയും മറ്റുള്ള സംഭവങ്ങളിലൂടെയൊക്കെ എന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ക്യാഷോ കാര്യങ്ങളൊക്കെ തിരിച്ചു തരാനുള്ള സെറ്റപ്പ് വൈകേണ്ടി വരും. കാരണം നിങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ അത് എന്താ പറയുക, മറ്റുള്ള കേസ് കാര്യങ്ങൾ ഇതൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ പണം കിട്ടും, സുനിശ്ചിതമായും കിട്ടും. അതിന് നിങ്ങൾ വഴിയൊരുക്കേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ, മാന്യമായി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വളരെ വൈകിയാണ് പൈസ തന്നിരിക്കുന്നത്, അതും കൂടി നിങ്ങൾ ഓർക്കുക. ഒത്തിരി പേർക്ക് നമ്മൾ പൈസയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലാൽട്ടൺ പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ചീപ്പ് ഇമേജ് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം കമ്പനിയുടെ ഓരോ ആൾക്കാർ ഇപ്പോൾ ഓരോ ദിവസവും കഴിയുന്ന ഒരു വ്യത്യസ്ത ആൾക്കാരാണ് കമ്പനിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സൊക്കെ ആയിട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മ കൊണ്ട് മാത്രമാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി, നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ ഒരാളുടെ ഒന്നും ക്യാഷ് വാങ്ങിയിട്ടില്ല, യാത്രകൾക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് ലീഗലി വാങ്ങിയിട്ടുള്ളത്, അത് നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കൊക്കെ വേണ്ടി ലീഗലി, അത് ഞങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സാധാരണ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒരു പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയാണ്. അല്ലാതെ ഞങ്ങൾ ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ഫ്രോഡോ അല്ലെങ്കിൽ ചീറ്റ് ചെയ്യാനോ ഒന്നുമല്ല. അതൊരിക്കൽ കൂടി ഞാൻ പറയുന്നു. ഇത് തന്നെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ പറഞ്ഞ പ്രകാരമാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു ഗൂഗിൾ മീറ്റ് വെക്കുകയും അതിലൂടെ കൃത്യമായിട്ട് അവർ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത്. സോ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് കാണാം ലാൽട്ടൺ പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് ഷോബിൻ ലാൽ. താങ്ക് യു.